ഇവരോട് ആരാണെന്ന് ഇപ്പൊ നല്ല പരിചയമുള്ള വാക്കാണല്ലോ മുദബ്ബിർ എന്നൊക്കെ. പണ്ടുള്ള പപ്പമാർക്കൊന്നും പരിചയമില്ലാത്തൊരു വാക്കാ മുദബ്ബിർ. ഇന്നത്തെ അബൂജഹലുമാരോട്, പള്ളിയിലെ കാവിമാരോട്, കാവിയാകുന്ന അബൂജഹലോട്, മുദരിസാകുന്ന ഉത്ബത്തോട്, ഇമാമാകുന്ന ഷൈബത്തോട്, അതേപോലെ തന്നെ പള്ളിയിലെ ഇമാമാകുന്ന പള്ളിയിലെ മുദരിസാകുന്ന അബൂലഹബോട് ചോദിച്ചാൽ അവര് പറയും മുദബ്ബിർ സിഎം ആണ് എന്ന്. അന്ന് അബൂജഹലും ഉത്ബത്തും ഷൈബത്തോട് അല്ലാഹ് ചോദിച്ചു, യുദബ്ബിറുൽ അംർ, ആരാണ് മുദബ്ബിർ എന്ന് ചോദിക്കും നബിയെ അവരോട്. ചോദ്യങ്ങൾ ഇങ്ങനെ സരസലാ വരിക. അമ്മൻ യംലിക്കു അമ്മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള് മൻ യർസുഖു ഖുൽ മൻ യർസുഖുകും മൻ ഫിസ് ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള് അമ്മൻ യംലിക്കു السمع والابصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الامر. ചോദ്യം തീർന്നു. ദാ ഉടൻ തന്നെ മറുപടി അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ് അവരവസ്ഥ. ഫസയഖൂലൂന ലില്ലാഹ്, ഫസയഖൂലൂൻ, ഒട്ടും താമസിയാതെ അവരെ മറുപടി പറഞ്ഞു. ഖുർആനല്ലേ കൂട്ടരെ, ഒട്ടും താമസിയാതെ അല്ലാഹ് മറുപടി പറഞ്ഞു അവര്. ഫസയഖൂലൂൻ, ദാ പറയുന്നു അവർ, അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ മൊല്ലമാർ ഇവിടെ ജനങ്ങളെ കളവാക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഇടയാളുകളെ ചർച്ച ചെയ്തപ്പോൾ പി എം എ സലാമിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പി എം എ സലാമിനോട് നമുക്ക് പറയാനുള്ള അപേക്ഷ, ഒരുപക്ഷെ നിങ്ങൾക്ക് ലീഗ് നഷ്ടപ്പെട്ടെന്ന് വരാം, അതേസമയത്തിൽ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ സംഭവമാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങളെപ്പോലെയുള്ള 100 പണ്ഡിതന്മാര് 100 സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിന് പകരമാണ് നിങ്ങളുടെ ആ ഒരു വാക്ക്, അത് മതി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ രാജാവാൻ. ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് നിലനിർത്തിക്കൊള്ളുക, ഇത് നമ്മുടെ വക ഒരു ഉപദേശമാണ്. തകരാതെ നിന്നുകൊള്ളുക, ആ ഒരു വാക്ക് മതി. ഇന്ന് ലോകം മുഴുവനും അള്ളാഹുവിനെ പറ്റിയുള്ള ചർച്ചയിലാണ്. ഇപ്പോഴാണ് ഇടയാളുകളെ പറ്റി ഈ സലഫി പണ്ഡിതന്മാരെ ഞാനടക്കം ഇക്കാലം അത്രയും പ്രസംഗിച്ചിട്ടും സാധാരണക്കാർക്ക് അടയാളം മനസ്സിലായിട്ടില്ല. പി എം എ സലാമിന്റെ നാവ് കൊണ്ട് അല്ലാഹു തആല ഒരടയാളെന്ന് രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞപ്പോൾ ലോകത്തിന് മനസ്സിലായി എന്താണ് ഇടയാൾ, എന്താണ് അള്ളാഹു. അതാണ് ആവശ്യം. അള്ളാഹു തആല അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അള്ളാഹു തആല അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനെ കൊണ്ടാണെങ്കിൽ ഇസ്ലാമിനെ ഞാൻ ജീവിപ്പിക്കുമെന്ന് അള്ളാഹു തആല പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾ കുറെ വാദപ്രയാസം നടത്തി, കുറെ കിതാബും, കുറെ സ്റ്റേജും, കുറെ ബഹളും, കുറെ പ്രസംഗം, 2-3 മണിക്കൂർ വാഴും, ഇതിനൊക്കെ പകരം 1 കൊല്ലം നമ്മൾ വയൽ പറഞ്ഞതിന് പകരമാണ് പി എം എ സലാമിന്റെ ആ ഒരു വാക്ക്. എന്തുകൊണ്ട്? അത് തന്നെയാണ് ഖുറൈശികളോട് അല്ലാഹു തആല പറഞ്ഞ വാക്ക്. വേറെ ഒരു വ്യത്യാസം, ഒരു അക്ഷരത്തിന്, ഒരു അറഫിന്, ഒരു ഫത്തഹിന്, കസറിന് വ്യത്യാസമില്ല. പി എം എ സലാം പറഞ്ഞത് അത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് ഖുറൈശികളോട് ചോദിച്ചത്. ഉടൻ തന്നെ ഖുറൈശികളെ മറുപടി ഫസയഖൂലൂന ലില്ലാഹ്. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ലില്ലാഹ് എന്ന് പറഞ്ഞിടത്താണ് ഇവിടുത്തെ ശീഈ മൊല്ലമാർ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ചത്. ആ ലില്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹ് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലയാണ്. അതായത് അല്ലാഹ് ഒറിജിനൽ അല്ലാഹ്ക്ക് പകരം വേറൊരു അല്ലാഹ് ഉണ്ടായിരുന്നു അവർക്ക്. അത് ഏതാന്ന് ചോദിച്ചവർക്ക് മറുപടിയില്ല. ലാത്തിനെ നമുക്കറിയാം, ഉസ്സനെ നമുക്കറിയാം, ഹുല്ലനെ നമുക്കറിയാം, വദ്ദിനെ അറിയാം, സുവായിനെ അറിയാം, യൗക്കിനെ അറിയാം, രാമനെ അറിയാം, കൃഷ്ണനെ അറിയാം, യേശുവിനെ അറിയാം, ഉസൈറിനെ അറിയാം. ഇതെല്ലാം ഈ ലോകത്തുള്ള സർവർക്കും അറിയാം. ഖുറൈശികൾ അള്ളാഹ്ക്ക് പകരം വെച്ച അള്ളയാതാന്ന് ഇതുവരെ ആർക്കും തിരിഞ്ഞിട്ടില്ല, ഇവരീ പറയുന്നല്ലാതെ. അള്ളാഹ് എന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അബ്ദുൽ മുത്തലിബിന്റെ പൊന്നുമോൻ അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പാക്ക് പേരിട്ടത് എന്താണ്? അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പാന്റെ പേര് അബ്ദുള്ള.